പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ വിഴിഞ്ഞത്തെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭത്തിലായിരുന്നു. ആ സമയത്തൊന്നും ശശി തരൂരിനെ അവിടെയൊന്നും കണ്ടില്ല. അതിനകത്ത് അവർക്കൊരു പിന്തുണ ഉണ്ടായിരുന്നില്ല എന്നൊരു പരാതി കൂടി ഉണ്ടായിരുന്നു. 15 വർഷക്കാലം തീരദേശത്ത് സഞ്ചരിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ്. സൈക്ലോൺ ഓഖി ദുരന്തം വരുന്ന ആ രാവിലെ നമ്മളെല്ലാവരും കിടക്കുമ്പോഴാണ് ഈ സൈക്ലോൺ ആരംഭിക്കുന്നത്. 9:30 മണിയാകുമ്പോഴേക്കും ഞാനും മുൻ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയും ആ പൂന്തുറ ഗ്രാമത്തിന്റെ പാരിഷ് ഹാളിൽ എത്തുന്നു. പാരിഷ് പീസിന്റെ ഓഫീസിൽ ഇരുന്നിട്ടാണ് എന്റെ ഫോണിൽ നിന്നാണ് ഓരോരോ മന്ത്രിമാരെ വിളിക്കണത്, നേവൽ കമാൻഡറെ വിളിക്കണത്, കോസ്റ്റ് ഗാർഡ് കമാൻഡറെ വിളിക്കുന്നത്. കേൾക്കൂ. അത് കഴിഞ്ഞിട്ട് എല്ലാ ദുരന്തത്തിൽ നമ്മൾ ആൾക്കാരെ സംരക്ഷിച്ചിട്ട് എല്ലാ സ്റ്റേജിലും ഇടപെട്ട ശേഷം മരണപ്പെട്ട എല്ലാ വീട്ടിലും 136 വീട്ടിൽ കയറി ആശ്വാസം പറഞ്ഞൊരു വ്യക്തി ഞാനാണ്. കേന്ദ്രത്തിൽ പോയിട്ട് നിങ്ങൾ കൊടുക്കുന്ന നഷ്ടപരിഹാരം പോരാന്ന് പറഞ്ഞ എമൗണ്ട് കൂട്ടിക്കൊണ്ടുവന്ന ആൾ ഞാനാണ്. അതുകൊണ്ടാണ് ആ തീരദേശ മേഖലയിലൊക്കെ ലാറ്റിൻ കാത്തലിക് വ്യക്തികളാണ്. അവരുടെ തിരുമേനിയായ ആർച്ച് ബിഷപ്പ് സൂസപാക്യം എന്നെ മാത്രം ഒരൊറ്റ രാഷ്ട്രീയക്കാരനായിട്ട് അവരൊരു മെഴുകുതിരി മാർച്ച് നടത്തി രക്തസാക്ഷി മണ്ഡപത്തേക്ക് എന്നെ മാത്രമാണ് ഉൾപ്പെടുത്തിയത്, അദ്ദേഹത്തെ മെഴുകുതിരി പിടിച്ച് നടക്കാൻ. അപ്പോൾ ഇതെല്ലാം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അത് മാത്രമല്ല, ഞാൻ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്ന ആദ്യം അവരുടെ ആവശ്യമായിരുന്നു. അവരെല്ലാവരും ആവശ്യപ്പെട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞാൻ മിസ്റ്റർ അഡാനിയെ കണ്ടിട്ട് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ട് കൊണ്ടുവന്നത്. പക്ഷേ അവർ സമരം നടത്തിയപ്പോൾ ഞാൻ അവർക്ക് 7 പോയിന്റ് ആയിരുന്നു ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ്. ആ രംഗത്തിൽ ഞാൻ 100% പിന്തുണ കൊടുത്തു. പ്രത്യേകിച്ച് അവർക്ക് കിട്ടുന്ന നഷ്ടപരിഹാരം, ചിലവർക്ക് വീടും വരുമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ ശേഷം സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ചിട്ട് അദ്ദേഹം ക്യാബിനറ്റിൽ കൊണ്ടുവന്ന ഒരു വലിയൊരു നഷ്ടപരിഹാരം പാക്കേജ് 438 കോടി എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം പ്രഖ്യാപിച്ച് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ സർക്കാർ ഇലക്ഷൻ തോൽക്കുന്നത്. സാധാരണ ഒരു പുതിയ സർക്കാർ വരുമ്പോൾ പഴയ സർക്കാർ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ച് ബഡ്ജറ്റിൽ പൈസ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കണം എന്നാണ് നിർബന്ധം. അവർ ചെയ്തില്ല. 7-8 വർഷമായിട്ട് അവർ ഭരിക്കുന്നു. അവർ ഈ നഷ്ടപരിഹാരം കൊടുത്തില്ല. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ കൂടി വീട് നഷ്ടപ്പെട്ടവർ ഗോഡൌണിലൊക്കെയാണ് താമസിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ദുഃഖ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു. പക്ഷേ അവരുടെ സമരത്തിൽ ഒരൊറ്റ പോയിന്റിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ ഒപ്പം ഈ കാര്യം നിൽക്കാൻ സാധിക്കില്ല. അവർ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖനെ അടയ്ക്കണം, ആ നിർമ്മാണം നിർത്തണം. അതിന്റെ പ്രശ്നം എന്തായിരുന്നു? കുറെ വർഷങ്ങൾ കോടിക്കണക്കിന് ടാക്സ് പേയറിന്റെ പൈസ ചെലവാക്കി ഇത് ഭാരത രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യുന്ന ഒരു വികസന പ്രവർത്തനമാണെന്ന് കണ്ട് മനസ്സിലാക്കിയ ശേഷം അങ്ങനെ നിർത്താൻ പറഞ്ഞാൽ അത് നടക്കില്ല പറഞ്ഞാൽ ഞാൻ അതിന് മാത്രം ഞാൻ ദൂരമായി നിന്നു. ബാക്കി എല്ലാത്തിനും അവരൊപ്പം ആയിരുന്നു, ഇപ്പോഴുമാണ്. ഓക്കെ. ശ്രീ ശശി തരൂർ, ഇവിടെ ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പ്രധാനമായും. ഇതിൽ താങ്കളുടെ മുഖ്യ മത്സരം ആരോടാണ്? അങ്ങനെ ഞാൻ പറയില്ല. കാരണം 2 ആളുടെ കയ്യിലും ഗുണങ്ങളുണ്ട്. പന്നിയൻ രവീന്ദ്രൻ മുൻ MP ആയിരുന്നു. ഞാൻ ആദ്യം 2009 വരുമ്പോൾ അദ്ദേഹമായിരുന്നു സിറ്റിംഗ് MP. അദ്ദേഹം എന്തുകൊണ്ട് വീണ്ടും മത്സരിച്ചില്ല എന്ന് അദ്ദേഹത്തിനെ പറയാൻ സാധിക്കുള്ളൂ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കുറവ് തോന്നിയത് അവരാണ് പറയേണ്ടത്. ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടല്ല രാഷ്ട്രീയം ചെയ്യുക. അപ്പോൾ അദ്ദേഹം തന്നെ പറയട്ടെ എന്തുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും മത്സരിച്ചില്ല. പക്ഷെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ഞാൻ തന്നെ അദ്ദേഹത്തെ വലിയ ഇഷ്ടപ്പെടുന്നു. അഥവാ ഇവിടെ ഒരു ലോക്കൽ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ പലവർക്കും അദ്ദേഹത്തിന് ഗുണങ്ങൾ കാണാം. ഡൽഹിയിൽ പാർലമെന്റിൽ സംസാരിക്കാനും ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എത്രത്തോളം അദ്ദേഹത്തിന് സാധിക്കുന്നു അദ്ദേഹം തന്നെ പറയട്ടെ. ഞാനൊരു കോമൻട്രി അടിക്കുകയല്ല. പക്ഷെ അതാണ് ഒരു കാര്യം. എന്നാലും നമ്മൾ ഓരോരോ സമുദായത്തിനകത്തും ഒരു ഉദാഹരണമാണ്. നമ്മൾ മുസ്ലിം സമുദായത്തിനകത്ത് നല്ല ബന്ധങ്ങൾ കുറേ വർഷങ്ങളായി സ്ഥാപിച്ച ഒരു വ്യക്തിയാണ്. അതിൻ്റെ പേരിൽ അവർ വോട്ടും ആവശ്യപ്പെടുന്നു. അത് എനിക്ക് ഒരു നഷ്ടം ചെയ്യാനുള്ള സാധ്യതയാണ്. മറ്റേ ഭാഗത്ത് എനിക്ക് പറയാൻ ഇഷ്ടമല്ലെങ്കിൽ സത്യമാണത്, നല്ലോണം പണം ഇറക്കി വലിയ വിധത്തിൽ ഒരു പ്രചരണം ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പ്രത്യേകിച്ച് അവർ നഗരത്തിൽ പോയി പറയുന്ന ഒരു കാര്യമാണ്, ഞാനിപ്പോൾ കേന്ദ്രമന്ത്രിയാണ്, നിങ്ങൾ തരൂരിന് വോട്ട് കൊടുത്താൽ പ്രതിപക്ഷത്തെ ഇരിക്കുള്ളൂ, എനിക്ക് വോട്ട് തന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരാൻ സാധിക്കും. അങ്ങനെ അവർ പല പ്രചരണം നടത്തിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമത്തിലും നേരിട്ട് ആൾക്കാരെ കണ്ടിട്ടുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ഞാൻ 2 കാര്യം പറയട്ടെ. അതിനെക്കുറിച്ച് ഒന്ന്, അവർ ഭരിക്കുന്ന എന്താ തെളിവ്? കഴിഞ്ഞ തവണ 2019 അവർ 9 സംസ്ഥാനത്തിൽ കിട്ടാനുള്ള സീറ്റുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി അവർക്ക് ഒരൊറ്റ മാർഗമുള്ളൂ, താഴെ പോയി. ആ സംസ്ഥാനം ഫോർ എക്സാമ്പിൾ കർണാടകയിൽ ഞങ്ങൾക്ക് 1 സീറ്റേ വിട്ടു തന്നുള്ളൂ, ബാക്കി എല്ലാവരും ജയിച്ചു. ഈ തവണ 2 ദിവസം മുമ്പ് ഇറക്കിയ പോളിൽ കാണുന്നു 17 സീറ്റ് കോൺഗ്രസിന്, 11 അവർക്കും JDS. തെലങ്കാനയിൽ ഞങ്ങൾക്ക് 2 സീറ്റ് കിട്ടിയില്ല, ഈ തവണ 10 സീറ്റ് കിട്ടാൻ പോവാണ്. അതുപോലെ തന്നെ ഈ മറ്റേ ഹിന്ദി സംസ്ഥാനത്തിലൊക്കെ
നമുക്ക് ശരി വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു 3, 4, 5 അതെ, സീറ്റ് തീരെ ഇല്ലാതിരുന്നിടത്ത് അപ്പൊ എല്ലാവിടെയും അവർക്ക് താഴെ വരാണ്. ഡൽഹി നോക്കും, ഡൽഹിയിൽ അവർ 7 സീറ്റും ജയിച്ചു. കഴിഞ്ഞ തവണയും അതിന്റെ മുമ്പത്തെ തവണയും. കാരണം ഞങ്ങളും ആം ആദ്മി പാർട്ടിയും പ്രതിപക്ഷ വോട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ തവണ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒരു മുന്നണിയാണ് ഡൽഹിയിൽ. അതിന്റെ അർത്ഥം 4 സീറ്റ് ആം ആദ്മി പാർട്ടി, 3 സീറ്റ് ഞങ്ങൾ പറഞ്ഞാൽ BJP 1 സീറ്റ് കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെയാണ് മാറ്റങ്ങൾ. അധികാരത്തിലെത്തില്ല. അതുകൊണ്ട് എന്റെ പൂർണ്ണ വിശ്വാസമാണ് NDA അധികാരത്തിലെത്തില്ല. അദ്ദേഹത്തിന് വോട്ട് കൊടുക്കേണ്ടത് ഒരു മന്ത്രി കിട്ടും വിചാരിക്കേണ്ടത്. എന്നെ വോട്ട് ചെയ്തതിന്റെ മന്ത്രി കിട്ടിയിട്ടില്ല, അത് വേറെ വിഷയം. പക്ഷേ എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ അറ്റ്ലീസ്റ്റ് ജയിക്കുന്ന ഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംശയവും വേണ്ട എന്നാണ് പറയുന്നത്.